Hi students, welcome to Corporate Regulations and Administration class. In this section, we are discussing meaning of company, definition of company and characteristics of a registered company. First of all, meaning of the term company. The word company is derived from the Latin word com, that is with or together, and panis, that is bread. Originally, the word referred to an association of persons or merchantmen discussing matters and taking food together. കോം എന്നും പനീസ് എന്നും പറയുന്ന രണ്ട് ലാറ്റിൻ വേർഡുകളിൽ നിന്നാണ് കമ്പനി എന്ന് പറയുന്ന ഒരു ടേം ഡിറൈവ് ചെയ്തു വന്നത്. കോം അല്ലെങ്കിൽ പനീസ് എന്ന് പറയുന്ന ആ ഒരു ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വിത്ത് ഓർ ടുഗദർ ടേക്കിംഗ് ബ്രെഡ് എന്നൊരു മീനിങ് ആണുള്ളത്. സോ ദ വേർഡ് company means an association of person or an association of merchantmen discussing various business matters and taking food together. സോ എങ്ങനെ പറയാം, കമ്പനി എന്ന് പറയുന്ന ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ അസോസിയേഷൻ ഓഫ് ബിസിനസ് മെൻ, മെർച്ചൻ്റ് മെൻ അവരുടെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു ആൻഡ് ടേക്കിംഗ് ഫുഡ് ടുഗദർ. ഈ ഒരു മീനിങ്ങിൽ നിന്നാണ്, ലിറ്ററൽ മീനിങ്ങിൽ നിന്നാണ് കമ്പനി എന്ന് പറയുന്ന ഒരു ടേം ഡിറൈവ് ചെയ്ത് വന്നത്, ഒറിജിനേറ്റ് ചെയ്തത്. ദെൻ കമ്പനി എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ മീനിങ് നമുക്കിങ്ങനെ പറയാം: എ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് ഹു കോൺട്രിബ്യൂട്ട് മണി ഓർ മണീസ് വർത്ത് ടു എ കോമൺ സ്റ്റോക്ക് ആൻഡ് എംപ്ലോയീസ് ഇറ്റ് ഇൻ സം ട്രേഡ് ഓർ ബിസിനസ് ആൻഡ് ഹു ഷെയർ ദ പ്രോഫിറ്റ് ഓർ ലോസ് ആസ് ദ കേസ് മേ ബി അറൈസിങ് ദെയർഫ്രം. ഇപ്പോൾ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? എ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ്. ഇപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൻ്റെ ഒരു അസോസിയേഷനാണ്, ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുന്നത്. ഹു കോൺട്രിബ്യൂട്ട് മണി ഓർ മണീസ് വെർത്ത് ടു എ കോമൺ സ്റ്റോക്ക്. എന്താണ് ഒരു കോമൺ സ്റ്റോക്കിലേക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ മീനിങ്? ദ കോമൺ സ്റ്റോക്സ് ഓർ കോൺട്രിബ്യൂട്ടഡ് ഈസ് ഡിനോട്ടഡ് ഇൻ മണി ആൻഡ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. അപ്പോൾ എന്താണ് മണിയിൽ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മണിയുടെ ഫോമിൽ ഒരു കോമൺ സ്റ്റോക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സിംപ്ലി ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. എന്താണ്? ഡിഫറെൻറ്റ് പാർട്ടീസ്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ചേർന്ന് ഒരു അസോസിയേഷൻ ഫോം ചെയ്യുന്നു. അവരതിലേക്ക് മണി അല്ലെങ്കിൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ദെൻ അവരത് എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ യൂസ് ചെയ്ത് ആൻഡ് എംപ്ലോയീസ് ഇറ്റ് ഇൻ സം ട്രേഡ് ഓർ ബിസിനസ്. അങ്ങനെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു മണി ഓർ ക്യാപിറ്റലിനെ ഒരു സം ട്രേഡ് പർപ്പസിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എംപ്ലോയ് ചെയ്യുന്നു. ആൻഡ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്താണോ, ആസ് ദ കേസ് മേ ബി, പ്രോഫിറ്റ് ആകാം ലോസ് ആകാം, അത് അവർ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് റൈസ് ചെയ്യുന്ന പ്രോഫിറ്റ് ഓർ ലോസിനെ മെമ്പേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് കമ്പനി എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. എ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് ഹു കോൺട്രിബ്യൂട്ട് money or money's worth to a common stock and employs it in some trade or business and who share the profit and loss as the case may be arising therefrom. The persons who contribute it or to whom it belongs are members of the company and the proportion of capital to which each member is entitled is his share. Next one, in law the term company is termed as company which is formed and incorporated under the Companies Act 2013 or an existing company formed and registered under any of the previous company laws. അപ്പം ലോ പ്രകാരം പറഞ്ഞാൽ കമ്പനി എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എ കമ്പനി ഈസ് ഫോംഡ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 പ്രകാരം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, രജിസ്റ്റർ ചെയ്ത് ഫോം ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് കമ്പനി എന്നാണ് കമ്പനീസ് ആക്ട് 2013 പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പുതിയ കമ്പനീസാണ് 2013 ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നത്? ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്നത്. അതിന് മുന്നേ ഉള്ള കമ്പനീസും ആകാം. എങ്ങനെയാണ്? ആൻ എക്സിസ്റ്റിംഗ് കമ്പനിയും ആകാം. ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ എനി ഓഫ് ദ പ്രീവിയസ് കമ്പനി ലോസ്. അപ്പോൾ 2013 മുന്നേ തന്നെ ഫോം ചെയ്ത കമ്പനിയാണെന്നുണ്ടെങ്കിൽ അത് പ്രീവിയസ് കമ്പനി ലോ പ്രകാരം രജിസ്റ്റർ ചെയ്ത് ഫോം ചെയ്ത കമ്പനീസ് ആയിരിക്കണം. അങ്ങനെയുള്ള കമ്പനീസിന് മാത്രമേ കമ്പനി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് കിട്ടത്തുള്ളൂ. അതാണ് ലോയിൽ പറയുന്ന ഡെഫിനിഷൻ. ഇൻ ലോ കമ്പനി ഈസ് ടേംഡ് ആസ് company
which is formed and incorporated under the Companies Act 2013 or an existing company formed and registered under any of the previous company laws. Next we are discussing about definition of company. First one, according to section 2 subsection 20 of Companies Act 2013, company means a company incorporated under this act or under any of the previous company law. ഇതാണ് നമ്മൾ ഓൾറെഡി ഇപ്പം ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്റ്റിൽ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ, എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ഒരു ആക്ട് പ്രകാരം 2013 ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത കമ്പനി ആയിരിക്കണം, ഓർ അണ്ടർ എനി ഓഫ് ദ പ്രീവിയസ് കമ്പനി ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീവിയസ് കമ്പനി ലോ പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനി ആയിരിക്കണം. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ജസ്റ്റിസ് മാർഷൽ, എ കോർപ്പറേഷൻ ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ബീയിങ്, ഇൻവിസിബിൾ, ഇൻടാഞ്ചിബിൾ ആൻഡ് എക്സിസ്റ്റിംഗ് ഓൺലി ഇൻ ദ കോണ്ടംപ്ലേഷൻ ഓഫ് ലോ. എ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ബീയിങ് ആണ്. ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ടാണ് കമ്പനിയെ കൺസിഡർ ചെയ്യുന്നത്. ഒരു നാച്ചുറൽ പേഴ്സൺ അല്ല, ഒരു ആർട്ടിഫിഷ്യൽ ബീയിങ് ആണ്. ദെൻ ഇൻവിസിബിൾ ആണ്, ഇൻവിസിബിൾ നേച്ചറിലുള്ളതാണ്. ഇൻടാഞ്ചിബിൾ ആൻഡ് എക്സിസ്റ്റിംഗ് ഓൺലി ഇൻ ദ ഐസ് ഓഫ് ലോ. അപ്പോൾ നിയമപ്രകാരം മാത്രം നിലനിൽക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ക്രിയേഷനാണ് എന്തെന്ന് പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലോർഡ് ജസ്റ്റിസ് ഹാനൈ ഹാസ് ഡിഫൈൻഡ് എ കമ്പനി ആസ് an artificial person created by law with a perpetual succession and a common seal. കമ്പനിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ചില ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്ത് ഒരു ഡെഫിനിഷൻ തന്നിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. അപ്പം ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, നാച്ചുറൽ പേഴ്സൺ അല്ല. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി എന്ന് പറയുന്നത്. വിത്ത് എ പെർപെക്ച്വൽ സക്സഷൻ. പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി. ബിസിനസ് എപ്പോഴും എന്ത് ചെയ്യും, ഒരു ലോങ് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് അസംഷൻ. ഇറ്റ് ഈസ് നോട്ട് ലിക്വിഡേറ്റഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ദെൻ ഇറ്റ് ഹാസ് എ കോമൺ സീൽ. ഒരു കമ്പനിക്ക് കമ്പനിയുടേതായ ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ദ സിഗ്നേച്ചർ ഓഫ് ദ കമ്പനി. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ബീയിങ് ആണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ പേഴ്സൺ സൈൻ ചെയ്യുന്നത് പോലെ എഗ്രിമെൻറ്റിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ, അത് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു കോമൺ സീലും ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് നോക്കുക, ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് എ പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. നെക്സ്റ്റ്, characteristics of a registered company. First one, separate legal entity. That means a company is treated as a separate legal entity apart from its owners or apart from its shareholders. അതായത് കമ്പനിയുടെ ഓണേഴ്സിൽ നിന്നും കമ്പനി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. കമ്പനി വേറെയാണ്, അല്ലെങ്കിൽ ബിസിനസ് വേറെയാണ്, ബിസിനസ്സിൻ്റെ ഓണർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് വേറെയാണ്. സോ അതിനെയാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ബിസിനസ്സിൻ്റെ ഓണർ, കമ്പനിയും കമ്പനിയുടെ ഓണറും തമ്മിൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. സോ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നൊക്കെ നമ്മൾ എന്താണ് അക്കൗണ്ടിങ്ങിൽ പല കോൺസെപ്റ്റുകളും പഠിച്ചിട്ടുണ്ടാകും. ഇതാണ് ഇതിൽ അവിടെയും പറയുന്നത്. എ കമ്പനി ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഓണേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് കമ്പനിയെ ട്രീറ്റ് ചെയ്യുന്നത്. ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ക്യാൻ നോട്ട് ബി ഹെൽഡ് ലയബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ആക്റ്റുകൾക്ക് ആര് റെസ്പോൺസിബിൾ അല്ല, ആര് ലയബിൾ അല്ല, ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ലയബിൾ ആവണമെന്നില്ല. എ കമ്പനി ക്യാൻ sue and be sued in its own name by its members as well as outsiders. അതുകൊണ്ടാണ് കമ്പനിയുടെ പേരിൽ എന്ത് ചെയ്യാം, കമ്പനിക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ പേരിൽ കേസ് ഫയൽ ചെയ്യാമെന്ന് പറയുന്നതിന് കാരണം അതാണ്. ബിക്കോസ് ദ ലൈഫ് ഓഫ് ദ കമ്പനി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലൈഫ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ആ ഒരു മെമ്പേഴ്സിൻ്റെ ലൈഫും കമ്പനിയുടെ ലൈഫും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബോത്ത് ആർ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്. A company has independent corporate existence. So a company in law regarded as an entity separate from its owners. The company's money and property belong to the company and not to the shareholders. രണ്ടും രണ്ട് എൻറ്റിറ്റിയാണ്. സോ
സോ കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് കമ്പനിയുടെ മാത്രം അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. അത് ആർക്കുള്ളതല്ല, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അല്ല. സോ ഇതിനൊരു എക്സാമ്പിളാണ്, ഒരു കേസാണ്, കേസ് ലോ എന്ന് പറയുന്നതാണ് സലോമൺ വേഴ്സസ് സലോമൺ ആൻഡ് കമ്പനി ലിമിറ്റഡിൻ്റെ ഒരു കേസ് പറയുന്നത്. ഈ ഒരു കേസിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. അതായത് കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു കേസ് ലോ ആണ് സലോമൺ വേഴ്സസ് സലോമൺ ആൻഡ് കമ്പനി ലിമിറ്റഡ്. ദാറ്റ് മീൻസ് എ കമ്പനി ഇൻ ലോ is regarded as an entity separate from its owners. Salomon versus Salomon Company Limitedലെ കേസ് ഇതാണ്. Salomon had a business in boot manufacture and he formed a company called Salomon and Company and transferred the business to the newly formed company. Salomon, his wife, daughter and 4 sons. Total 7 persons were the shareholders, including Salomon. As consideration for the transfer, he received a major portion of the shares of the company and debentures for $10,000 or euro. Later on, the company went into liquidation because the business is not profitable. Then Salomon claimed the payment of the amount covered by the debentures from the assets of the company. The unsecured creditors of the company objected on the ground that the business really belonged to Salomon and he should not be allowed to claim as a secured creditor. The court held that Salomon as an individual is quite different from Salomon and Company and he could therefore be a secured creditor of the company even though he happened to hold the majority of the shares. This is the case law of Salomon versus Salomon and Company Limited. അതായത് ഇത്രയേ ഉള്ളൂ. സലോമോൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ എന്താണ്, ഒരു ബൂട്ട് മാനുഫാക്ചറിങ് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സോൾ ട്രേഡർ ആയിരുന്നു. അയാൾ എന്ത് ചെയ്തു, അയാളുടെ ബിസിനസ് ഒരു കമ്പനിയായിട്ട് മാറ്റാനായിട്ട് തീരുമാനിച്ചു. ദെൻ ഹി ഫോംഡ് എ കമ്പനി, ഒരു കമ്പനി ഫോം ചെയ്തു. ആ കമ്പനിയുടെ പേര് സലോമോൻ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഫോം ചെയ്തത്. എന്നിട്ട് അയാളുടെ സോൾ ട്രേഡർ ബിസിനസ് ആയിട്ടുള്ള അയാൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ബൂട്ട് മാനുഫാക്ചറിങ് ബിസിനസ്സിനെ ഈ ഒരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, കമ്പനിക്ക് സെയിൽ ചെയ്തു, സോളമൻ ആൻഡ് കമ്പനി ലിമിറ്റഡിലേക്ക് സെയിൽ ചെയ്തു. അങ്ങനെ ഒരു സെയിൽ കണ്ടക്ട് ചെയ്തപ്പം അതിൻ്റെ എമൗണ്ടായിട്ട് പർച്ചേസ് കൺസിഡറേഷനായിട്ട് ഒരു ബിസിനസ് വേറൊരു ബിസിനസ്സിന് സെയിൽ ചെയ്യുമ്പം എന്ത് ചെയ്യും, നമുക്ക് എമൗണ്ട് കിട്ടും, സെല്ലറിന് ഒരു പർച്ചേസ് കൺസിഡറേഷൻ കിട്ടും. ആ ഒരു എമൗണ്ടായിട്ട് അയാൾക്ക് കിട്ടിയത് മെയിനായിട്ടും മജോറിറ്റി ഓഫ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി, ആ ന്യൂ കമ്പനിയിലെ മജോറിറ്റി ഷെയർസും കിട്ടി. അതുകൂടാതെ ഒരു $10,000 ഡിബഞ്ചേഴ്സും റിസീവ് ചെയ്തു. ഈ $10,000 ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ചാർജുള്ള ഡിബഞ്ചേഴ്സ് ആണ്. ഫ്ലോട്ടിംഗ് ചാർജുള്ള ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് ഫൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനിയുടെ അസറ്റുകളിൽ നിന്നും റിയലൈസ് ചെയ്ത് ഫസ്റ്റ് ആ ഒരു സെക്യൂരിറ്റി ഉണ്ട്, കമ്പനിയുടെ അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ ഒരു പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് ചാർജുള്ള ഡിബഞ്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേയ്മെൻറ്റ് സെക്യൂർഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറച്ച് എമൗണ്ടിൻ്റെ ഡിബഞ്ചേഴ്സും ആര് ഹോൾഡ് ചെയ്തു, പർച്ചേസ് കൺസിഡറേഷനായിട്ട് റിസീവ് ചെയ്തു, സലോമൻ എന്ന് പറയുന്ന ബിസിനസ്മാൻ റിസീവ് ചെയ്തു. അതുകൂടാതെ ഈ ഒരു കമ്പനിയായിട്ട് ഫോം ചെയ്യുന്നതിൻ്റെ ബേസിൽ മെയിനായിട്ടും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അതർ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സലോമൻ്റെ വൈഫ് ആൻഡ് ഹിസ് 4 സൺസ് ആൻഡ് 1 ഡോട്ടർ. ബിക്കോസ് ആ ഒരു ടൈമിലെ ആക്ട് അനുസരിച്ച് മിനിമം 7 പേഴ്സൺസ് ഉണ്ടാകണം എന്നായിരുന്നു ആ ഒരു ടൈമിലെ കമ്പനീസ് ആക്ട് സ്പെസിഫൈ ചെയ്തിരുന്നത് ഒരു കമ്പനി ഫോം ചെയ്യാൻ. അതുകൊണ്ട് സലോമൻ അയാളുടെ വൈഫ് 4 സൺസ് ആൻഡ് 1 ഡോട്ടർ എന്നുള്ള രീതിയിൽ ഇൻക്ലൂഡിങ് സലോമൻ 7 പേഴ്സൺസ് ആകാൻ വേണ്ടി ബാക്കി പാർട്ടീസിനെയും കൂടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ ഈ ഒരു ബിസിനസ്സിൽ ഒരു സ്മോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഷെയർ പ്രൊവൈഡ് ചെയ്ത് അവരെയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. ദെൻ ഈ ഒരു ബിസിനസ് എന്ത് ചെയ്തു, പ്രോഫിറ്റബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ബിസിനസ് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ട്, ലിക്വിഡേറ്റ് ചെയ്യേണ്ടതായിട്ട്, സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ ഒരു ടൈമിൽ സലോമൻ ക്ലെയിം ദ പേയ്മെൻറ്റ് ഓഫ് ദ എമൗണ്ട് കവേർഡ് ബൈ ദ ഡിബഞ്ചേഴ്സ്. ഇയാൾ എത്ര എമൗണ്ട് ആണോ ഡിബഞ്ചേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് ആ ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി കമ്പനിയിൽ നിന്ന് റിയലൈസ് ചെയ്യാനായിട്ട് നോക്കി, റിയലൈസ് ചെയ്തെടുത്തു. ബിക്കോസ് ഫ്രം ദ അസറ്റ്സ് ഓഫ് ദ കമ്പനിയുടെ അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയാളുടെ ഡിബഞ്ചറിൻ്റെ എമൗണ്ട് റിയലൈസ് എടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ബാക്കി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, സെക്യൂരിറ്റി ഇല്ലാതെ അവിടെ
പേയ്മെൻറ്റ് നടത്തിയ അല്ലെങ്കിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്ത അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒപ്പോസ് ചെയ്തു. അപ്പോൾ അതങ്ങനെ കേസായി. കേസിൻ്റെ വിധി എന്ന് പറഞ്ഞത് അത് ആർക്ക് അനുകൂലമായിരുന്നു? സലോമോന് അനുകൂലമായിരുന്നു. കാരണം സലോമൺ വേഴ്സസ് സലോമൺ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സിൽ, ആ ഒരു കേസ് ലോയിൽ സലോമൺ ആൻഡ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതൊരു കമ്പനിയായിട്ട് ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തന്നെ സലോമൺ ഈസ് സെപ്പറേറ്റ് ഫ്രം ദി സലോമൺ ആൻഡ് കമ്പനി ലിമിറ്റഡ്. സലോമൺ വേറൊരു എൻറ്റിറ്റിയാണ്, സലോമൺ ആൻഡ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്നത് വേറൊരു എൻറ്റിറ്റി ആയിട്ടാണ് ലോയിൽ കൺസിഡർ ചെയ്തത്. സോ കോർട്ട് എന്താണ് ഓർഡർ ചെയ്തത്? Solomon as an individual is quite distinct from Solomon and company, and he could therefore be a secured creditor of the company. കമ്പനിയുടെ ഒരു സെക്യൂർഡ് ക്രെഡിറ്ററും കൂടിയാണ്. ഇറ്റ് സെപ്പറേറ്റ് ആണ്. അതിൻ്റെ ഓണർ എന്നൊരു നിലയിൽ എന്ത് ചെയ്യേണ്ടി വരത്തില്ല, ബാക്കി പേയ്മെൻ്റ് എല്ലാം സലോമൻ കണ്ടക്ട് ചെയ്യേണ്ടി വരത്തില്ല. അതേപോലെ അയാളെ ഒരു സെക്യൂർഡ് ക്രെഡിറ്ററായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. മജോറിറ്റി ഓഫ് ദ ഷെയർസ് ഇയാളാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ പോലും കമ്പനിയുടെ ബാക്കി ഡെറ്റ്സിന് ആര് ലയബിൾ അല്ല? ഓണർ ലയബിൾ അല്ല എന്നാണ് ഈ ഒരു ഓർഡറിൽ കേസ് ലോയുടെ ഓർഡറായിട്ട് വന്നത്. സോ അതാണ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. The company's money and property belongs to the company, not to the shareholders. Second one, limited liability. Limited liability means the liability of a company, the liability of the members of a company is limited to the extent of the unpaid value of the shares. അതായത് എത്ര എമൗണ്ടിൻ്റെ അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർസ് ആണ് അവർ ഹോൾഡ് ചെയ്യുന്നത്, ആ ഒരു അൺപെയ്ഡ് വാല്യൂവിൻ്റെ എമൗണ്ടിൽ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചറായിട്ട് പറയുന്നത്. നോർമൽ കേസിൽ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ എ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്നാണ് മീൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു കേസിൽ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് വാല്യൂ ഓഫ് ദ ഷെയർസ്. അതായത് ഒരു കമ്പനിയുടെ ഷെയർ എന്ന് പറഞ്ഞ ഒരു ഫേസ് വാല്യൂ 100 rupees ഉള്ളൊരു ഷെയറാണ്. അതിൽ 90 rupees ഓൾറെഡി പെയ്ഡാണ്. പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് 90 ആണെങ്കിൽ അൺപെയ്ഡ് വാല്യൂ എന്ന് പറയുന്നത് ബാക്കി റിമൈനിങ് 10 രൂപയാണ്. ഈ ഒരു 10 രൂപയും കൂടി മാത്രമേ എന്ത് ചെയ്യേണ്ടി വരത്തുള്ളൂ, ഒരു ഷെയർ ഹോൾഡർ ഒരു ഷെയറിൽ കമ്പനിക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരത്തുള്ളൂ. ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ കമ്പനി ഓർ അറ്റ് ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. ഒന്നിൽ കമ്പനി ആ ഒരു കോൾ ചെയ്യുന്ന ടൈമിൽ, കമ്പനിയുടെ എക്സിസ്റ്റൻസ് ഏത് ടൈമിലാകാം, കമ്പനി വർക്ക് ചെയ്യുന്ന ടൈമിലാകാം, അല്ലെങ്കിൽ കമ്പനി എൻഡ് ചെയ്യുന്ന ടൈമിലാകാം, വൈൻഡിങ് അപ്പ് പ്രോസസ്സിൻ്റെ ടൈമിൽ കമ്പനി കോൾ ചെയ്യുന്ന ടൈമിലാകാം. ബട്ട് മാക്സിമം എന്ന് പറയുന്നത് ലയബിലിറ്റി ഓഫ് എൻ മെമ്പർ ഓർ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് മാക്സിമം എത്രയാണ്? അൺപെയ്ഡ് വാല്യൂ ഓഫ് ദ ഷെയർസ്. ഈ ഒരു കേസിൽ 100 രൂപയുടെ ഒരു ഷെയറിൽ 90 rupees പേ ചെയ്തു, പെയ്ഡ് അപ്പ് വാല്യൂ ആണ്. ഇനി ഒരു 10 രൂപയുടെയാണ് പേ ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഷെയർ ഹോൾഡറിന് അവിടെ ആ കമ്പനിയിൽ ഒരു ഷെയറിന് ഉണ്ടാകാൻ പോകുന്ന ലയബിലിറ്റി 10 രൂപയാണ്. അൺപെയ്ഡ് വാല്യൂ ഓഫ് ദ ഷെയർസ് മാത്രമാണ് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. സോ ദ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് വാല്യൂ ഓഫ് ദ ഷെയർസ് ദേ ഹെൽഡ് ഇൻ ദ കമ്പനി. ഇതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ഒരു ഫീച്ചേഴ്സ് കൊണ്ടാണ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആർ റെഡി ടു ഇൻവെസ്റ്റ് മണി ഇൻ ലിമിറ്റഡ് കമ്പനീസ്. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ കേസിൽ കമ്പനീസിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കമ്പനീസ് ഉണ്ട്. നമ്മൾ ടൈപ്സ് ഓഫ് കമ്പനീസിൽ പഠിക്കും. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്ന പല ടൈപ്പ്. ലയബിലിറ്റിയുടെ ബേസിൽ തന്നെ 3 types ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ കേസിലും അതിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്, ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. എന്നാൽ ജനറൽ സെൻസിൽ ജനറലി ദ ടേം കമ്പനി മീൻസ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ്. നെക്സ്റ്റ് വൺ, പെർപെച്വൽ സക്സഷൻ. പെർപെച്വൽ സക്സഷൻ മീൻസ് എ കമ്പനി നെവർ ഡൈസ്. കമ്പനി എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും കമ്പനിയുടെ ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നില്ല. It is not in any manner affected by the insolvency, mental disorder or death of any of its members. That means it continues to exist even if all its members are dead. അതായത് കമ്പനിയിലെ മെമ്പേഴ്സിന് എന്ത് സംഭവിച്ചാലും അത് കമ്പനിയെ അഫക്റ്റ് ചെയ്യുന്നില്ല. കമ്പനിയിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡെത്തോ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഇൻസോൾവൻസിയോ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡറോ ഒന്നും ഇതിനെ അഫക്റ്റ് ചെയ്തില്ല. ദ എക്സിസ്റ്റൻസ് ഓഫ് ദ കമ്പനി അഫക്റ്റ് ചെയ്തില്ല. ഇത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്, കമ്പനി ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. കമ്പനി അതിൻ്റെ ഓണറിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റിയാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. സോ
എവരി മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി എന്താണ് ഇല്ലാതെ ആയാലും എന്താണ് കമ്പനി ഈസ് ഗോ ഫോർ എ ലോങ് എന്നൊരു കോൺസെപ്റ്റിലാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. എ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ എ പ്രോസസ് ഓഫ് ലോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനി എന്ന് പറയുന്നത് ഈസ് എ ക്രിയേഷൻ ഓഫ് ലോ. നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്ത ഒരു അസോസിയേഷനാണ്, എൻറ്റിറ്റിയാണ്. എ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ എ പ്രോസസ് ഓഫ് ലോ ആൻഡ് ക്യാൻ ബി പുട്ട് ആൻ എൻഡ് ടു ഓൺലി ബൈ എ പ്രോസസ് ഓഫ് ലോ. അപ്പം ക്രിയേറ്റ് ചെയ്തത് ലോ ആയതുകൊണ്ട് തന്നെ ഒരു കമ്പനിയെ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാനുള്ള പ്രോസസ്സ്, കമ്പനിയുടെ എൻഡ് എന്ന് പറയുന്ന പ്രോസസ്സും ഏത് പ്രകാരം നടക്കത്തുള്ളൂ? ത്രൂ ഓൺലി ബൈ എ പ്രോസസ് ഓഫ് ലോ. നെക്സ്റ്റ് വൺ, കോമൺ സീൽ. Common seal means the signature of the company. A company has a common seal which validates all of its transactions with the others. Common seal means the metallic seal of a company which can be affixed only with the approval of the board of directors of the company. Simply the signature of the company to any contract and binds the company for all the resultant obligations. അപ്പോൾ കമ്പനിയുടെ സിഗ്നേച്ചറാണ്. ഒരു നാച്ചുറൽ പേഴ്സൺ പോലെ, ഒരു നാച്ചുറൽ പേഴ്സണിന് ഒരു എഗ്രിമെൻറ്റിൽ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പറ്റുന്നത് പോലെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് സൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിന് പകരം ഒരു കമ്പനിയുടെ സിഗ്നേച്ചറായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് ഏതെന്ന് പറയുന്നത്? കമ്പനിയുടെ സീൽ, ഒരു കോമൺ സീൽ എന്ന് പറയുന്നത്. ഒരു കോമൺ സീൽ പ്രൊവൈഡ് ചെയ്യണം, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ആരുടെ അനുവാദം വേണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് നിന്ന് ഇലക്ട് ചെയ്യുന്ന അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ, അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കോമൺ സീല് യൂസ് ചെയ്യാനും ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനും ബൈൻഡ് ചെയ്യാനുമായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ദാറ്റ് മീൻസ് ദ ഷെയർസ് ഓഫ് എ കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്പനിയിലെ ഷെയർസ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ദ ഷെയർസ് ഓഫ് എ കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആൻഡ് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് ഇൻ ദ ഷെയർ മാർക്കറ്റ്. ഷെയർ മാർക്കറ്റിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനും ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും പറ്റും. എന്നാൽ ചില കേസുകളിൽ ചില കമ്പനീസിൻ്റെ കേസിൽ, അതായത് പ്രൈവറ്റ് കമ്പനീസിൻ്റെ കേസിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് എന്ത് ചെയ്യാം? കമ്പനീസിന് അവരുടെ ഒരു അബ്സല്യൂട്ട് ഫ്രീഡം അല്ലെങ്കിൽ അബ്സല്യൂട്ട് ട്രാൻസ്ഫറബിലിറ്റി എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ എ പബ്ലിക് കമ്പനി ദിസ് റൈറ്റ് ഓഫ് ട്രാൻസ്ഫർ ഈസ് അബ്സല്യൂട്ട്, ബട്ട് പ്രൈവറ്റ് കമ്പനീസ് മേ സെറ്റ് സം റെസ്ട്രിക്ഷൻസ് on the right of transfer of shares by the shareholders. Next one, separate property. Separate property means a company is a legal person and therefore it is capable of enjoying, owning and disposing of property in its own name. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി, ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് കമ്പനിയുടേതായ പേരിൽ പ്രോപ്പർട്ടീസ് എൻജോയ് ചെയ്യാനും ഓണറായിട്ട് ഇരിക്കാനും അല്ലെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ടും ഒക്കെയുള്ള റൈറ്റ് ഉണ്ട്. സോ മെമ്പേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ക്യാപിറ്റലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എങ്കിൽ പോലും ദേ ആർ നോട്ട് ദ ജോയിൻറ്റ് ഓണേഴ്സ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്പനിയുടെ മാത്രം പ്രോപ്പർട്ടിയാണ്, നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അവിടെ ഒരു ജോയിൻറ്റ് പാർട്ട്ണർ പോലും ആകാനായിട്ടുള്ള റൈറ്റ് ഇല്ല. ദ ഷെയർ ഹോൾഡേഴ്സ് ഡോണ്ട് ഹാവ് എനി പ്രൊപ്രൈറ്ററി റൈറ്റ്സ് ഓവർ ദ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി ഇൻ എനി കേസ്. നെക്സ്റ്റ് വൺ, കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കമ്പനി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ്. അപ്പോൾ സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ കമ്പനിക്ക് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ കമ്പനിയിലെ അതർ പാർട്ടീസിനെതിരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ കമ്പനിക്കെതിരെയും എന്ത് ചെയ്യാനായിട്ട് പറ്റും? തേർഡ് പാർട്ടീസിന്, അതർ പാർട്ടീസിന് കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സോ എ കമ്പനി ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ഇറ്റ്സ് കോർപ്പറേറ്റ് നെയിം. നെക്സ്റ്റ് വൺ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. Though it has neither a body nor a soul, the law recognizes it as a person. However, it is not a natural person. It could act only through the board of directors. Board of directors are elected by the shareholders, or they are the representatives of the shareholders. So artificial person ആയതുകൊണ്ട് തന്നെ
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൂടെ മാത്രമേ ഒരു കമ്പനിക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.